എറണാകുളം ഭവൻസ് വിദ്യാമന്ദിറിലെ +1 വിദ്യാർത്ഥി ദീക്ഷിതയ്ക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. ഈ വാഹനാപകടത്തിൽ ഉൾപ്പെട്ട വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ വാഹനമാണ് അപകടം ഉണ്ടാക്കിയത്. ഇതൊരു സ്വകാര്യ സ്കൂൾ ബസ്സാണ്. കുട്ടികളെ ഭവൻസിലേക്ക് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഈ വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്നതിനിടയിൽ ദീക്ഷിതയുടെ സൈക്കിൾ വന്ന് ഇടിച്ചു മറിഞ്ഞാണ് ദീക്ഷിതയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. രാജി എന്ന വ്യക്തിയായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. ആദ്യം പുറത്തു വന്ന CCTVയിൽ ഈ വാഹനം ഉണ്ടായിരുന്നില്ല, മറ്റൊരു വാഹനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാഹനത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ആദ്യം അന്വേഷണം നടന്നത്. ആ വാഹനം അവിടെ വന്ന് സ്ലോ ചെയ്യുകയും അതിനുശേഷം നിർത്താതെ പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു സംശയമുണ്ടായി. ആ വാഹനത്തിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയെങ്കിലും ആ വാഹനം അല്ല അപകടം ഉണ്ടാക്കിയതെന്ന് മനസ്സിലായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനമാണ് ദീക്ഷിത സൈക്കിൾ ഇടിച്ചത് എന്ന് വ്യക്തമായി. ഈ വാഹനം ഓടിച്ചിരുന്ന രാജി തന്നെയായിരുന്നു ദീക്ഷിതയെ ആശുപത്രിയിൽ എത്തിക്കാൻ മുൻകൈ എടുത്തത്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനും കഴിയുമായിരുന്നു. രാജിയുടെ മൊഴിപ്രകാരം വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്നതിനിടെ അശ്രദ്ധമായി തുറന്ന സമയത്ത് ഈ ഡോറിൽ വന്ന് ദീക്ഷിതയുടെ സൈക്കിൾ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ദീക്ഷിത റോഡിൽ വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ആദ്യ 2 ദിവസങ്ങളിൽ അപകട നിലയിൽ തന്നെയായിരുന്നു ദീക്ഷിത ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ദീക്ഷിത അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പോലീസിന് കഴിഞ്ഞ ദിവസം രാജയെ വിളിച്ച് ചോദ്യം ചെയ്തതിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് പോകുമ്പോൾ നിശബ്ദമായിരിക്കുകയായിരുന്നു രാജി. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രാജിയുടെ പങ്കുകൂടി അന്വേഷിച്ചത്. അങ്ങനെയാണ് രാജി ഇക്കാര്യം നടന്നതായിട്ട് സമ്മതിച്ചത്. കഴിഞ്ഞ ദിവസം രാജിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്.